ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് പുതിയ അപ്ഡേഷനൊക്കെ കൊണ്ടുവന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലേ? ഞാനും അത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി കേട്ടോ. കാരണം ഇനിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അവർ ഈ 4000 വാച്ച് അവറൊക്കെ എത്തിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇനി ഇത് 8000 വാച്ച് അവർ ആക്കുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണല്ലേ. ആ കടമ്പയിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. യൂട്യൂബ് വലിയൊരു ടാസ്ക് ആണല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു കടമ്പ കടക്കണമെങ്കിൽ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവൂ. ആദ്യമൊക്കെ 4000 വാച്ച് അവർ മതിയായിരുന്നു. ആ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ തന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നല്ലേ. മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ. ഇനി മോണിറ്റൈസേഷൻ ആവാനുള്ള ചാനലുകളൊക്കെ ആ ഒരു 4000 വാച്ച് അവർ എങ്ങനെ എത്തിക്കും എന്നുള്ള ഒരു നെട്ടോട്ടത്തിലായിരിക്കും. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഉടായ്പകളൊക്കെ കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ കാണിച്ച് ഒരിക്കലും നമ്മൾ നേരെ പോവില്ല. നമ്മളിത് ഓർഗാനിക്കായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലേ. യൂട്യൂബിൽ പലപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോഴത്തെ പുതിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ 4000 വാച്ച് അവർ എന്നുള്ളത് ഇപ്പം അത് 8000 വാച്ച് അവർ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഈ 8000 വാച്ച് അവർ എന്നുള്ളത് 365 ദിവസത്തിനുള്ളിൽ അത് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഷോർട്ട് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ അത് 10 മില്യൺ വ്യൂസ് ആയിരുന്നു, അത് 20 മില്യൺ വ്യൂസാക്കി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതെൻ്റെ കാലാവധിയുണ്ട്. ഇനി ഒരു 6 മാസം കൂടി നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നല്ല നല്ല വൈറലാകുന്ന കണ്ടന്റുകൾ ഇടുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ക്യാഷ് മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 6 മാസമാണ് കാലാവധി ഉള്ളത്. ഈ മാറ്റം വരാൻ പോകുന്നത് ഫെബ്രുവരി 1, 2027 മാറ്റം വരുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം പരിശ്രമിക്കാം. ഇപ്പം നിങ്ങളുടെ ഒരു ടെൻഷൻ, ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ വരുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു ടെൻഷൻ എന്തായിരിക്കും അല്ലേ. ഈ 4000 വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, അതായിരുന്നു. ഇനിയിപ്പം നിങ്ങൾ അറിഞ്ഞല്ലോ 20 മില്യൺ വ്യൂസ് ആക്കി, 8000 വാച്ച് അവർ ആക്കി. അപ്പം ഈ 4000 എന്നുള്ളത് നിങ്ങൾക്ക് അവരൊരു ചെറിയൊരു സംഖ്യയായിരിക്കും. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വേഗം അച്ചീവ് ചെയ്ത് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കുക കേട്ടോ. പിന്നെ പലർക്കുമുള്ളൊരു ഡൗട്ടാണ്, ചിലർക്കൊക്കെ തോന്നിയേക്കാം ഈ ഞങ്ങൾ ചാനൽ കുറേ നാളായി തുടങ്ങിയിട്ട്, അപ്പോൾ ഇനി ഞങ്ങളുടെ ചാനലിൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് മൊത്തത്തിലാണ് വരുന്നത്. മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകാത്ത എല്ലാ ചാനലുകൾക്കും ഇത് ബാധകമാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഹാഫ് മോണിറ്റൈസേഷനായ ചാനലുകൾക്കൊന്നും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത്രയും വരെ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോഴാണ് ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഓവർകം ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയേ മതിയാവും. നിങ്ങൾക്ക് സമയമുണ്ട്, 6 മാസം വരെ നിങ്ങൾക്ക് സമയമുണ്ട് കേട്ടോ. ആ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് എഫേർട്ട് എടുത്ത് വീഡിയോ ഇടുക, നല്ല നല്ല കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.